ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ കഹ്ഫിന്റെ 34-35 ആയയാണ് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا. അർത്ഥം നോക്കാം. കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു, പാസ്റ്റ് ടെൻസ് ആണ്, അല്ലെങ്കിൽ മാദിയായ പദമാണ്. കാന ആയിരുന്നു. ലി പ്ലസ് ഹുവയാണ് ലഹു. ലഹു എന്ന് പറഞ്ഞാൽ അവന്. അപ്പൊ മൊത്തം പറയുമ്പോൾ വകാന ലഹു എന്ന് പറഞ്ഞാൽ അവനുണ്ടായിരുന്നു. വകാന ലഹു അവനുണ്ടായിരുന്നു. സമറുൻ, സമറു എന്ന് പറഞ്ഞാൽ ഫലങ്ങൾ, വരുമാനങ്ങൾ, സമൃദ്ധി. ഇവിടെ ഹു പറയുന്നത് തോട്ടക്കാരനാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ആയാലും പഠിച്ച തോട്ടക്കാരനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. അതാണ് ഹു. വകാന ലഹു സമറുൻ ഫഖാല, ഫ അപ്പോൾ, ഖാല പറഞ്ഞു. അപ്പൊ മൊത്തം പറയുമ്പോൾ ഫഖാല എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? ലി സ്വാഹിബിഹി. ലി സ്വാഹിബിഹി അവന്റെ ചങ്ങാതിയോട്, അവന്റെ സ്വാഹിബിനോട്. ലി സ്വാഹിബിഹി അവന്റെ ചങ്ങാതിയോട്. വഹുവ അവൻ യുഹാവിറുഹു. യുഹാവിറുഹു എന്ന് പറഞ്ഞാല് ഹാവറ എന്ന് പറഞ്ഞാല് സംഭാഷണം നടത്തി എന്നർത്ഥം. അല്പം തർക്ക സ്വഭാവത്തോടു കൂടിയുള്ള സംഭാഷണത്തിനാണ് എന്ത് പറയുന്നത്? ഹാവറ. ഹാവറ അതിന്റെ മാദിയാണ്. അതിന്റെ മുമാരി യുഹാവിറു. ഹാവറ യുഹാവിറു. ഇപ്പൊ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് യുഹാവിറു. ഹു. ഹു എന്ന് പറഞ്ഞാൽ അവനോട്, പറഞ്ഞാൽ ഇവിടെ സ്വാഹിബ്, സ്വാഹിബിനോട്. ഇവിടെ ഹുവ എന്ന് പറഞ്ഞാല് തോട്ടത്തിന്റെ ഉടമസ്ഥനാണ്. വഹുവ യുഹാവിറുഹു. ഇവിടെ ഹു പറയുന്നത് സുഹൃത്താണ്, സ്വാഹിബാണ്. അല്ലെങ്കിൽ അവനോട് വാഗ്വാദം നടത്തുകയായിരുന്നു ഈ തോട്ടക്കാരൻ. അയാളുടെ സുഹൃത്തിനോട് വാഗ്വാദം നടത്തുകയായിരുന്നു. എന്നിട്ട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന, ഞാൻ. ഇവിടെ തോട്ടത്തിന്റെ ഉടമസ്ഥനാണ് എന്ത് പറയുന്നത്? അന. അയാളാണ് പറയുന്നത് അന. അന എന്താണ്? അക്സറു. അക്സറു അധികമുള്ളവനാണ്. എന്ത്? മിൻക. മിൻക എന്ന് പറഞ്ഞാൽ നിന്നേക്കാൾ, അല്ലെങ്കിൽ സുഹൃത്തിനേക്കാൾ. മിൻക നിന്നേക്കാൾ എന്തൊക്കെയാണ് അധികമുള്ളത്? മാലൻ. മാലൻ എന്ന് പറഞ്ഞാല് ധനം അല്ലെങ്കിൽ സമ്പത്ത്. പിന്നെ വ ആൻഡ് അഅസ്സു. അഅസ്സു എന്ന് പറഞ്ഞാല് പ്രതാപം, അധികം പ്രതാപം. ഇസ്സത്ത്, കൂടുതൽ ഇസ്സത്ത്. അപ്പൊ അതാണ് വ അഅസ്സു നഫറ. നഫറ എന്ന് പറഞ്ഞാല് സംഘം, കൂട്ടം, അല്ലെങ്കിൽ ആൾബലം എന്നൊക്കെ പറയാം. മൊത്തത്തിൽ ഇയാളുടെ അർത്ഥം അവന് പല വരുമാനവും ഉണ്ടായിരുന്നു. ആ തോട്ടക്കാരന് പല വരുമാനവും ഉണ്ടായിരുന്നു. അങ്ങനെ ആ തോട്ടക്കാരൻ എന്ത് ചെയ്തു? അതിന്റെ ചങ്ങാതിയോട് സംവാദം നടത്തിക്കൊണ്ടിരിക്കെ തോട്ടക്കാരൻ പറയുകയാണ്, ഞാനാണ് നിന്നേക്കാൾ കൂടുതൽ ധനമുള്ളവനും കൂടുതൽ സംഘബലം ഉള്ളവനും. ആണ് 34-ാമത്തെ മീനിങ്. അങ്ങനെയാണ്. 35-ാമത്തെ ആയല് വദഖല. ദഖല എന്ന് പറഞ്ഞാൽ അവൻ പ്രവേശിച്ചു. വദഖല അവൻ പ്രവേശിച്ചു. ജന്നതഹു. ജന്നതഹു അവന്റെ തോട്ടത്തിൽ. ഹു അവന്റെ. ജന്നതഹു അവന്റെ തോട്ടത്തിൽ. ഇവിടെ ദഖലയുടെ മഫ്ഊലും ബി ആയിട്ടാണ് എന്ത് വരുന്നത്? ജന്നത വരുന്നത്. അത്താടെ ഫതഹ അങ്ങനെ വന്നാണ്. വദഖല ജന്നതഹു അവന്റെ തോട്ടത്തിൽ. വഹുവ ഹുവ അവൻ എന്തായിരുന്നു? വാലിമുൻ അക്രമം ചെയ്യുന്നവനാണ്. ദുൽമ് ചെയ്യുന്ന ആൾക്കാണ് എന്ത് പറയുന്നത്? വാലിം. വാലിം എന്ന് പറഞ്ഞാല് ദുൽമ് എന്ന് പറഞ്ഞാല് ക്രമം വിട്ട് പ്രവർത്തിക്കുന്നതിനാണ് എന്ത് പറയാ? ദുൽമ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ദുൽമ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? വാലിം. അപ്പൊ അക്രമം ചെയ്യുന്നവനാണ്.
ളാലിം എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്യുന്നവൻ. ലിനഫ്സിഹി ലിനഫ്സിഹി അവന്റെ ആത്മാവിനോട് തന്നെ. ലി നഫ്സിഹി ലി നഫ്സിഹി ലി എന്ന് പറഞ്ഞാൽ ഓട്. എന്തിനോട്? നഫ്സി നഫ്സിനോട് അല്ലെങ്കിൽ ആത്മാവിനോട്. ഹി അവന്റെ ആത്മാവിനോട് തന്നെ അല്ലെങ്കിൽ സ്വയം തന്നെ സ്വന്തത്തോട് തന്നെ. എന്നിട്ട് പറയാണ് ഖാല അവൻ പറഞ്ഞു മാ അവുന്നു. മാ എന്ന് പറഞ്ഞാൽ അവിടെ നിഷേധിക്കാനുള്ളതാണ്, നോ പറയാനുള്ളതാണ്. മാ അവുന്നു വന്ന വന്ന എന്ന് പറഞ്ഞാൽ വിചാരിച്ചു. വന്ന എന്ന് പറഞ്ഞാൽ വിചാരിച്ചു. അതിന്റെ യവുന്നു ആണ് അതിന്റെ മുബാരി. അതിന്റെ അനഫോമാണ് എന്ത്? അവുന്നു. ഞാൻ വിചാരിക്കുന്നു എന്നുള്ളതാണ് അവുന്നു. മാ അവുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നില്ല. എന്താണ് വിചാരിക്കാത്തത്? അൻ എന്ന്. തബീദ എന്ന് പറഞ്ഞാല് നശിക്കും അല്ലെങ്കിൽ നശിച്ചു പോകുന്നതിനാണ് തബീദ പറയുക. അപ്പൊ ബാധയാണ് അതിന്റെ മാബി. ബാധ യബീദു അതിന്റെ ഹിയ ഫോമാണ് എന്ത്? തബീദു. അപ്പൊ അന്ന് വന്നതിനോണ്ടാണ് എന്ത് വരുന്നത്? തബീദ. അന്നുള്ളത് കൊണ്ടാണ് തബീദ. അൻ തബീദ. ഹാദിഹി എന്ന് പറഞ്ഞാല് ഇവിടെ ഈ തോട്ടത്തിനെ പറ്റിയാണ് പറയുന്നത്. ഹാദിഹി അബദ. ഹാദിഹി ഇപ്പൊ തോട്ടം സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഹാദിഹി പറയുന്നത്, സ്ത്രീലിംഗ രൂപത്തിൽ പറയുന്നത്. ഹാദിഹി അബദ ഒരിക്കലും. മൊത്തം മീനിങ് സ്വന്തത്തോട് തന്നെ അന്യായം പ്രവർത്തിച്ചുകൊണ്ട് അവൻ തന്റെ തോട്ടത്തിൽ പ്രവേശിച്ചു. അവൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഒരിക്കലും ഇതൊന്നും നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണ് അയാൾ പറയുന്നത്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് സൂറത്തുൽ കഹ്ഫിന്റെ 34, 35 ആയാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഉപമ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഉപമയിൽ 2 പുരുഷന്മാരാണുള്ളത്. അവരിൽ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? 2 മുന്തിരിത്തോട്ടങ്ങൾ നൽകി. അപ്പൊ ആ മുന്തിരിത്തോട്ടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈന്തപ്പന കൊണ്ട് വലയം ചെയ്തു. എന്നാൽ അവയ്ക്കിടയിൽ എന്തുണ്ടായി? ധാന്യ കൃഷിയിടവും നൽകി. പിന്നെയോ 2 തോട്ടങ്ങൾക്കിടയിലൂടെ നദികളും ഒഴുക്കി. അപ്പൊ ഈ തോട്ടങ്ങളിൽ നിന്നും യാതൊരു കുറവുമില്ലാതെ 100% ഫലങ്ങൾ കിട്ടിക്കൊണ്ടേയും ഇരുന്ന ഒരു തോട്ടക്കാരനും അയാളുടെ സുഹൃത്തും തമ്മിലുള്ള സംഭാഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 32, 33 ആയാല് അതിന്റെ ഒരു തുടർച്ചയെന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തോട്ടക്കാരനും അതിന്റെ സുഹൃത്തും തമ്മിലുള്ള സംഭാഷണത്തെ പറ്റിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. 35-ാമത്തെ ആയാല് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവന് വകാന ലഹു സമറുൻ ഫഖാല ലിസ്വാഹിബിഹി. ഈ വരുമാനങ്ങളൊക്കെ അവനുണ്ടായിരിക്കെ അവന്റെ അല്ലെങ്കിൽ തോട്ടക്കാരൻ അവന്റെ സുഹൃത്തിനോട് പറയാണ്, അന അക്സറു മിൻക മാലം വ അഅദ്ദു നഫറ. നിന്നേക്കാൾ സംഘബലമുള്ളവനും സമ്പത്തുള്ളവനും ഞാനാണ്, അല്ലെങ്കിൽ ഞാനാണ് നിന്നേക്കാൾ കൂടുതൽ ധനമുള്ളവനും കൂടുതൽ സംഘബലമുള്ളവനും എന്ന്. അപ്പൊ ഈ ഒരായിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാല്, സമ്പത്തിന്റെ ആധിക്യം കൊണ്ട് എന്താവും? ചില ആളുകൾക്ക് അഹങ്കാരം വർദ്ധിക്കാൻ, അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ ഉറവിടമാണ് എന്ത്? സമ്പത്തിന്റെ ആധിക്യം. അതേപോലെ തന്നെ സമ്പത്ത് ഇഹലോക ജീവിതത്തിന്റെ ഒരു പരീക്ഷണമാണെന്ന് ഈ ആളുകൾ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഈ തോട്ടക്കാരൻ അതാണ് ചെയ്തത്. സമ്പത്ത് ജീവിതത്തിന്റെ ഒരു പരീക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണെന്ന് മറന്നുപോയി, അല്ലേ? പിന്നെ അതേപോലെ തന്നെ ആൾബലത്തിലും ഇയാൾ അഹങ്കരിച്ചു. അയാൾ പറയുന്നു, നിന്നേക്കാൾ കൂടുതൽ ആൾബലവും സമ്പത്തും ഉള്ളത് എനിക്കാണ്, ഞാനാണ് ഖൈർ, അല്ലേ? അങ്ങനെയാണ് അയാൾ പറയുന്നത്. ഈ ഒരു സംസാരം, അല്ലേ, അഹങ്കാരത്തിന്റെ ഞാനാണ് കൂടുതൽ നല്ലത് എന്നുള്ളൊരു സംസാരം ആരുടേതാണ്? നമുക്കറിയാം, വിശുദ്ധ ഖുർആനില് ഇബ്ലീസിന്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഇബ്ലീസ് ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചപ്പം ഇബ്ലീസ് എന്താണ് പറഞ്ഞത്? അന ഖൈർ, അങ്ങനെ പറഞ്ഞില്ലേ? അപ്പൊ ആ ഒരു അഹങ്കാരം എന്ന് പറയുന്നത് ആരെ പിൻപറ്റലാണ്? ഇബ്ലീസിനെ പിൻപറ്റുന്നതാണ് അഹങ്കാരം. അപ്പൊ ആളുകൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതിനോട് ചില ആളുകൾക്ക് എന്തുണ്ടാവും? അഹങ്കാരവും വർദ്ധിച്ച് അത് അവരുടെ നാശത്തിലേക്ക് അത് കലാശിക്കുകയും ചെയ്യും. അപ്പൊ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇഹലോക വിഭവങ്ങൾ എന്താണ്? നൈമിഷികമാണ്. നമുക്ക് അതെന്ത് ചെയ്യും? വർദ്ധിക്കുകയും കുറയുകയും ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലേ?
വർദ്ധിക്കുകയും കുറയുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഇന്ന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നാളെ ഉണ്ടാവും. അങ്ങനെ ആർക്കും സ്ഥിരമായിട്ട് എന്തില്ല, ഇഹലോക വിഭവങ്ങള് എന്തല്ല, സ്ഥായിയല്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അഹങ്കാരത്തെ ശ്രദ്ധിക്കുക. അഹങ്കാരം ഉണ്ടായാൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ അന്ധന്മാരായി പോവും. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നത് എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് ഒരു ബോധമില്ലാത്ത രീതിയിലേക്ക് നമ്മൾ മാറിപ്പോവും. അപ്പൊ നമുക്ക് എന്തുണ്ടാവും, തെറ്റായ എന്റെ കഴിവ് കൊണ്ടാണ്, അല്ലെ ഞാൻ എന്റെ സാമർഥ്യം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്നുള്ള, ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുത്തത് ഞാനാണ്, അല്ലെങ്കിൽ എന്റെ സാമർഥ്യം കൊണ്ടാണ് ഇത് ഉണ്ടായത് എന്നുള്ള ഒരു സ്വയം പര്യാപ്തത ധാരണയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പൊ നമ്മള് സൂക്ഷിക്കുക. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കാനും നമ്മൾ മറന്നുപോകും. അപ്പൊ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ് എന്ത് ചെയ്യും, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുന്നത്. അപ്പൊ അത് ഇല്ലാതെ നമ്മളുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ നേടിയെടുത്തത് എന്ന് നമുക്കൊരു ചിന്ത നമുക്ക് വരികയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് നന്ദി കാണിക്കാൻ നമ്മൾ മറന്നു പോകും അല്ലെ, നമ്മളത് ചെയ്യാതെ വരും. ഓക്കെ. അപ്പൊ ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുന്നതിനെ പറ്റിയുള്ള വിശുദ്ധ ഖുർആനിൽ തന്നെ വന്ന ആയത്തുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറ ഇബ്രാഹിമില് 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലഇൻ ശകർതും ലഅസീദന്നകും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിപ്പ് നൽകി, അല്ലെങ്കിൽ ഉത്തരവ് നൽകി. എന്താണ് ഉത്തരവ് നൽകിയത്? ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിച്ചുവെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അപ്പൊ നമ്മൾ നന്ദി കാണിച്ച ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയേ, നമ്മൾ അതിന് നന്ദി കാണിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണെന്ത്, നമുക്ക് വർദ്ധിപ്പിച്ചു തരും എന്നുള്ളത്. ഇപ്പൊ വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഇനി നമ്മൾ നന്ദികേട് കാണിച്ചാലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ്, ശിക്ഷ എന്താണ്, കഠിനമായത് തന്നെ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറ ലുഖ്മാനിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, 12-ാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലഖദ് ആതൈന ലുഖ്മാനൽ ഹകീമ അനിഷ്കുർ ലില്ലാഹ്. ലുഖ്മാൻ ഹക്കീമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തത്വജ്ഞാനം കൊടുത്തു. എന്തിനാണ്? അനിഷ്കുർ ലില്ലാഹ്. എന്ത് ചെയ്യണം എന്നാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്യാൻ വേണ്ടി. വമൻ യഷ്കുർ, ആരെങ്കിലും നന്ദി കാണിച്ചാൽ, ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, അവൻ നന്ദി കാണിക്കുന്നത് ആർക്കാണ്? തനിക്ക് തന്നെ വേണ്ടിയാണ്, തന്റെ നഫ്സിന്. നമ്മളൊരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിച്ചാൽ അത് ആർക്ക് വേണ്ടി തന്നെയാണ്? നമ്മളുടെ നഫ്സിന് വേണ്ടി തന്നെയാണ് നമ്മൾ നന്ദി കാണിക്കുന്നത്. അപ്പൊ നമ്മൾ നന്ദി കാണിച്ചാലോ നന്ദികേട് കാണിച്ചാലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പദവിക്കോ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനോ ശക്തിക്കോ ഒന്നും യാതൊരു കോട്ടവും ഇല്ല അല്ലെ. നമ്മൾ നന്ദി കാണിച്ചാൽ അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. ഇനി വമൻ കഫറ, ആരെങ്കിലും നന്ദികേട് ചെയ്താൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ്? ധന്യനാണ്, സ്തുത്യർഹനാണ്. ധന്യനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നന്ദി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കാര്യത്തിനെയും അല്ലെങ്കിൽ ഒരു പ്രശസ്തിയെയും ഒരു പദവിയെയും ഒരു കഴിവിനെയും കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യല. നമ്മൾ നന്ദി ചെയ്താൽ നമുക്ക് നല്ലത്, നമ്മളെ നഫ്സിന് നല്ലത്, അത്ര തന്നെ. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലെ, നമുക്ക് എന്ത് അനുഗ്രഹം കിട്ടിയാലും അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. എല്ലാ അവസരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുകയും നന്ദി കാണിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുക. 35-ാമത്തെ ആയതില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാല്, വദഖല ജന്നതഹു വഹുവ വാലിമുൽ ലിനഫ്സിഹി. വാലിമായ നിലയിൽ അക്രമം ചെയ്യുന്നവനായി കൊണ്ടാണ് ആ തോട്ടക്കാരൻ എന്ത് ചെയ്തത്? അയാളുടെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചത്. എന്നിട്ട് എന്ത് പറയുകയും ചെയ്തു? ഖാല മാ അബുന്നു അൻ തബീദ ഹാദിഹി അബദ. ഇതൊന്നും ഒരിക്കലും ഒരു കാലത്തും നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ കരുതുന്നില്ല. അപ്പൊ അയാൾ പറയുന്നത് അയാളുടെ തോട്ടവും അയാളുടെ ഐശ്വര്യങ്ങളൊന്നും ഒരു കാലത്തും നശിച്ചു പോകൂല, അല്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് അയാൾ കരുതുന്നില്ല എന്നാണ് പറയുന്നത് അല്ലെ. ഒരു ആയാല് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താന്ന് വെച്ചാല്, ഭൂമിയിലുള്ള വിഭവങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭൂമിയിലുള്ള വിഭവങ്ങളൊന്നും ഉണ്ടല്ല, ഭൂമിയിലുള്ള വിഭവങ്ങളൊന്നും ഒക്കെ നൈമിഷികമാണ് അല്ലെ. നമുക്കത് നശിച്ചു പോകുന്നുള്ളത് ഉറപ്പാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നമ്മളെ കണ്ണിന്റെ മുന്നിലൂടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണെന്ത്. ഒരു കാലത്ത് പാവപ്പെട്ടവനാണെങ്കിൽ പിന്നീട് ഒരു കാലത്ത് അയാൾ പണക്കാരനായിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ പണക്കാരനായിട്ടുള്ള ആളുകൾ പാവപ്പെട്ടവരായിട്ടുണ്ടാവും. നമ്മൾ
നമ്മളെ ചുറ്റുപാടിലും നമ്മളെ കുടുംബത്തിലൊക്കെ നമ്മൾ കണ്ടു അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ തന്നെയുമല്ല ഭൂമിയിലുള്ള നമ്മളുടെ ജീവിതം തന്നെ എന്താണ് നൈമിഷികമാണ് അല്ലെ. നമുക്ക് ഒരുപാട് സ്വത്തും അല്ലെങ്കിൽ നല്ല വീടും അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ അതിൽ സ്ഥിരമായിട്ട് നമുക്ക് താമസിക്കാൻ കഴിയൂല അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അവധി കണക്കാക്കിയിട്ടുണ്ട്. ആ അവധിക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്താ, നമ്മൾ ശരിക്കും ശക്തിയും കഴിവില്ലാത്ത ആളുകളാണ് അല്ലെ. മനുഷ്യരെന്ന് പറഞ്ഞാല് മനുഷ്യന് ഒരു ശക്തിയും ഒരു കഴിവുമില്ല. എല്ലാ ശക്തിയും കഴിവും ആർക്കാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാ തീരുമാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നടപ്പായി വരില്ല അല്ലെ. നമുക്ക് ഒരു 100 കൊല്ലം അവിടെ ജീവിക്കണം അല്ലെങ്കിൽ 200 കൊല്ലം ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ നടക്കൂല അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തുണ്ട്, ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധിക്ക് വരെയാണ് നമുക്കിവിടെ ഭൂമിയിൽ തന്നെ നമുക്ക് താമസിക്കാനുള്ള കാര്യമുള്ളൂ. അപ്പൊ ഈ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഭൗതിക, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയുടെ അടയാളമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ വിലയിരുത്താൻ, മറ്റുള്ളവരെ വിലയിരുത്താനല്ല, നമുക്ക് നമ്മളിലേക്ക് നമ്മൾ നോക്കുക. നമ്മൾക്ക് ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ തൃപ്തിപ്പെട്ടവനായിരിക്കും. ഇനി നമ്മൾക്ക് ഈ സ്വഭാവങ്ങളൊന്നും ഇല്ലേ എങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കഠിന ശ്രമങ്ങൾ നടത്തിയിട്ട് ഈ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ഥായിയായ നിലയിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ളൊരു എന്ത് ചെയ്യുക, ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമസ്കാരം, ചാരിറ്റി, ആളുകൾക്ക് സദക്ക കൊടുക്കുക, അതേപോലെ തന്നെ ഖുർആൻ പാരായണം, ഖുർആൻ പഠനം എന്നില്ല നല്ല പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ സ്ഥിരമായി ഒരു ദിവസം ചെയ്ത് അല്ലെങ്കിൽ 4 ദിവസം ചെയ്ത് ഒഴിവാക്കുകയല്ല, സ്ഥിരമായിട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിന്റെ അടയാളമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൃപ്തിപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളമാണ്. രണ്ടാമത്തതിന് നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരു ശാന്തി, ഒരു ഇന്നർ പീസ് ലഭിക്കുന്നുണ്ടോ നോക്കുക. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളിലും പരീക്ഷണങ്ങളിലും ഒക്കെ എന്തുണ്ട്, നമുക്കൊരു മനസ്സിന് ശാന്തി അല്ലെങ്കിൽ സമാധാനം ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇന്നർ പീസ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. ആ ഇന്നർ പീസ് നമുക്കില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ തൃപ്തിപ്പെടാൻ ഇനിയും ബാക്കി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ അടുത്തത്, നമുക്കൊരു തെറ്റ്, മനുഷ്യനാണെങ്കിൽ തെറ്റ് സംഭവിച്ചു പോകും, ഉറപ്പായിട്ടും സംഭവിച്ചു പോകും അല്ലെ. ഇബ്ലീസ് നമ്മളെ തെറ്റിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ടോ, മനുഷ്യനാണെങ്കിൽ അവർക്ക് തെറ്റുകൾ സംഭവിച്ച് തന്നെ പോകും. അങ്ങനെ തെറ്റ് സംഭവിച്ചു പോകുന്ന അവസരത്തില് നമുക്ക് പെട്ടെന്ന് തന്നെ കുറ്റബോധം തോന്നുന്നുണ്ടോ നമ്മൾ നോക്കുക. തെറ്റുകൾ പറ്റിപ്പോയാൽ കുറ്റബോധം മനസ്സിലോട്ട് വരുന്നുണ്ടെങ്കിൽ അതെന്തിന്റെ അടയാളമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടതിന്റെ അടയാളമാണ്. അപ്പൊ നമ്മൾ തെറ്റിന് എന്ത് ചെയ്യും? പശ്ചാത്തപിക്കും അല്ലെ. നമ്മൾ കുറ്റബോധം നമ്മളെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നമ്മൾ നോക്കുകയും നമ്മൾ ചെയ്യും. അള്ളാഹുവിനോട് പാപമോചനത്തിന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെ. പിന്നെ അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സജ്ജനങ്ങളുടെ സ്നേഹം ലഭിക്കുക. നല്ല ആളുകളുടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആളുകളുടെ സ്നേഹം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അങ്ങനെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതും എന്തിന്റെ അടയാളമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൃപ്തിപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളമാണ്. അപ്പൊ നമ്മളെ തന്നെ പരിശോധിക്കാനുള്ള ടെസ്റ്റുകളാണ് ഇതെല്ലാം. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെന്ത് ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഓട് നന്ദി കാണിക്കുക. അഹങ്കാരം അല്ലെ, അഹങ്കാരം ഒട്ടും പാടില്ല. ഒരണി തൂക്കം അഹങ്കാരമുള്ളവൻ ഉണ്ടല്ല ഇതിലേക്ക് പ്രവേശിക്കുകയില്ല. ഓക്കെ, അപ്പൊ അഹങ്കാരത്തിനെ ഒഴിവാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുക. ഒന്നും നമുക്കുണ്ടാകുന്ന ഒരു കാര്യവും നമ്മളുടെ കഴിവ് കൊണ്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് നൽകിയതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടിയാറുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും എല്ലാ ദോഷങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ തജ്വീദിന്റെ നിയമങ്ങളൊക്കെ നോക്കാം. വകാന ലഹു, ഇവിടെ ഹ ഗമ്മണ്ട്, ഒരു വാവ് സഗീറുണ്ട്. അപ്പൊ 2 ഹർക്ക നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ലഹു സമറുൻ, ഇവിടെ റായുടെ മുകളില് വമ്മ തൻവീനുണ്ട്. തൻവീൻ കഴിഞ്ഞതിന് ശേഷമുള്ളത് ഫ ആണ്. അപ്പൊ സക്കിനൂനിനോ തൻവീനിനോ ശേഷം ഫ വന്നാൽ ഇഖ്ഫ ആണ്. ഇഖ്ഫ. അപ്പൊ സമറുൻ ഫ, സമറുൻ ഫ. ഫാന്റെ മഖറജിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ മണിക്കുക, പല്ല് താഴത്തെ ചുണ്ടിന്റെ മുകളിൽ വെച്ചിട്ട് മണിക്കുക.
സമറും ഫഖാല ലിസ്വാഹിബിഹി. ഇവിടെ ഹി കഴിഞ്ഞിട്ട് ഒരു യാ സഗീറുണ്ട്. ഇപ്പൊ 2 കൗണ്ട് അവിടെ നീട്ടുക. ലിസ്വാഹിബിഹി വഹുവ യുഹാവിറുഹു. ഇവിടെ ഹു കഴിഞ്ഞിട്ട് ഹൂനെ നീട്ടാൻ വാവ് സഗീറുണ്ട്. വമ്മയെ നീട്ടാൻ അല്ലെ ഹു. ഹാക്ക് വമ്മയാണ്. വമ്മയെ നീട്ടാൻ വാവ് സഗീറുണ്ട്. അപ്പൊ കഴിഞ്ഞിട്ടുള്ള അടുത്ത അക്ഷരം ഹംസയാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണ മദ്ദാണ് അല്ലെ. സാധാരണ മദ്ദാണ്. ഈ മദ്ദിനെ പറയുന്നത് അൽ മദ്ദു സിലത്തുൽ കുബറ. അൽ മദ്ദു സിലത്തുൽ കുബറ എന്ന് പറഞ്ഞാല് 4 or 5 കണ്ട് നീട്ടിയിട്ട് അതിനെ പാരായണം ചെയ്യാം. അപ്പൊ യുഹാവിറുഹു അന. ഈ ഒരു അലിഫിന്റെ മുകളിലുള്ള ഈ ചിഹ്നത്തിനെ പറയുന്നത്, ഈ അലിഫിന്റെ മുകളില് ഒരു ചിഹ്നം ഇങ്ങനെ ദീർഘവൃത്താണത്. ദീർഘവൃത്താകൃതിയിലുള്ള ഒരു 0 ആണ്. അപ്പൊ ഇതിനെ പറയുന്നത് എന്താണ്? സിഫ്റു മുസ്തഖീൽ. സിഫ്റു മുസ്തഖീൽ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂ ചെയ്തു പാരായണം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പാരായണം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഇനി ഇവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് എങ്കിൽ എന്തുണ്ട്? 2 കൗണ്ട് നീട്ടിയിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത്. അനാ അനാ പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. ഓക്കെ. ഉള്ളത് മിങ്ക. സാക്കിനാനൂനിന് ശേഷം കാഫ്. അപ്പൊ സാക്കിനാനൂനിനോ തൻവീനിനോ ശേഷം കാഫ് വന്നാൽ ഇഖ്ഫ ആണ്. ഇഖ്ഫ പാരായണം ചെയ്യുന്നത് മിങ്ക. മിങ്ക മണിച്ച് മാലൻ. ലാമിന്റെ മുകളിൽ എന്തുണ്ട്? ഫത്തേ തൻവീനുണ്ട്. തൻവീനിന് ശേഷം വന്നത് വാവാണ്. ഇപ്പൊ സാക്കിനാനൂനിനോ തൻവീനിനോ ശേഷം വാവ് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാമാണ്. ഇദാം ബിഉന്ന. അപ്പൊ മാലം വ മണിച്ചുകൊണ്ട് ലയിപ്പിക്കുക. ഈ തൻവീനിലുള്ള നൂൻ സാക്കിനയെ വാവിലോട്ട് ലയിപ്പിക്കുക. എന്നിട്ട് മണിക്കുക. മാലം വ. മാലം വ അഅസ്സു നഫറ. ഫത്ത തൻവീനും ഇല്ലേ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ഒരു ഫത്തയും ഒരു മദ്ദും വെച്ചിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പൊ നഫറ. ഇനി അടുത്തായ വദഖല ജന്നത. ഇവിടെ നൂനിന് ശ്രദ്ധയുണ്ട്. 2 കൗണ്ട് മണിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ജന്നത ഹു. ഹാക്ക് വമ്മയുണ്ട്. എന്നിട്ടാണൊരു വാവ് സഗീറുണ്ട്. 2 കൗണ്ട് നീട്ടുക. ജന്നതഹു. പിന്നുള്ളത് ഇവിടെ മീമിന് എന്തുണ്ട്? വമ്മ തൻവീനുണ്ട്. തൻവീന് കഴിഞ്ഞതിന് ശേഷം ലാമാണുള്ളത്. അപ്പൊ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ലാമ് വന്നു കഴിഞ്ഞാൽ ഇദാം ചെയ്യുക. ഇദാം ബിലാ ഉന്ന. മണിക്കാതെ ലയിപ്പിക്കുക. ഈ തൻവീനുള്ള നൂനിനെ ലാമിലോട്ട് ലയിപ്പിക്കും. പക്ഷെ എന്ത് ചെയ്യലും മണിക്കൂല. അപ്പൊ ഇവിടെ നമുക്ക് ഒരു വമ്മയെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ വാലിമുല്ലി നഫ്സിഹി. വാലിമുല്ലി നഫ്സിഹി. ആ നൂനി ഇങ്ങോട്ട് ഇട്ടുന്നതിനോണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ശ്രദ്ധ വന്നത്. വാലിമുല്ലി നഫ്സിഹി. ഇവിടെ ഹാക്കി കെസ്റയുണ്ട്. നീട്ടാനൊരു യാമദ്ദുണ്ട്. യാ സഗീറ. 2 കൗണ്ട് നീട്ടുക. നഫ്സിഹി ഖാല. ഇവിടെ മീമ്. മീമിനൊരു മദ്ദുണ്ട്. അലിഫ് മദ്ദുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് ഹംസയാണ്. മീമ് കഴിഞ്ഞിട്ട് ഹംസയാണ്. അതുകൊണ്ട് ഈ മദ്ദ് എന്താണ്? അസാധാരണ മദ്ദായിട്ട് മാറി. അസാധാരണ മദ്ദിന്റെ ഒരു ചിഹ്നം മീമിന്റെ മുകളിലുണ്ട്. അപ്പൊ അതൊരു 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. പൽ മദ്ദുൽ മുൻഫസിൽ. നിർബന്ധമായും നീട്ടേണ്ട മദ്ദല്ല. എന്നാൽ നമുക്ക് 4 കൗണ്ട് നീട്ടാൻ പെർമിഷൻ ഉണ്ട്. അപ്പൊ മാ അവന്നു. ഇവിടെ നൂനിന് ശ്രദ്ധയാണ്. 2 കൗണ്ട് മണിക്കുക. അവന്നു. പിന്നുള്ളത് സാക്കിനായ നൂനിന് ശേഷം താ വന്നു. അപ്പൊ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം താ വന്നു കഴിഞ്ഞാൽ ഇഖ്ഫ ആണ്. ഇഖ്ഫ. അപ്പൊ മറിച്ച് വെച്ച് മണിക്കുക. അൻതബീദ. അൻതബീദ ഹാദിഹി. ഹാക്ക് കെസ്റയാണ്. കെസ്റയെ നീട്ടാൻ ഒരു യാ സഗീറുണ്ട്. യാ സഗീറുടെ മുകളിൽ എന്തുണ്ട്? ഒരു അസാധാരണ മദ്ദിന്റെ ചിഹ്നം ഉണ്ട്. കഴിഞ്ഞിട്ട് വന്നത് ഹംസയാണ്. ഇതും എന്താണ്? മദ്ദു. അൽ മദ്ദു സിലത്തുൽ കുബറ. അൽ മദ്ദു സിലത്തുൽ കുബറ. അതാണ് ഈ മദ്. അപ്പൊ ഇതിനെന്ത് ചെയ്യാ? 4 കൗണ്ട് 4 or 5 കൗണ്ട് നീട്ടാം. നീട്ടിയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ ഹാദിഹി അബദ. ഹാദിഹി അബദ. ഇത്രയാണ് തജ്വീദിന്റെ നിയമങ്ങൾ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك نشهد لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.